ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പഴന്നി പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ സച്ചിയുടെ വണ്ടിയിൽ ട്രിപ്പ് വിളിച്ച രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് സച്ചി ചന്ദ്രോദയത്തിലോട്ട് വരുന്നുണ്ട്. അവർ മലേഷ്യയിൽ നിന്ന് വരുന്നവരാണെന്ന് അറിയുന്ന ചന്ദ്രമതിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ശ്രുതിയുടെ ഫാമിലി മുഴുവൻ മലേഷ്യയിലാണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അച്ഛൻ ജയിലിലാണ്. ശ്രുതി ജനിച്ചു വളർന്നതെല്ലാം മലേഷ്യയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവർ താമസിക്കുന്നത് മലേഷ്യയിലെ കോലാലംപൂരിലാണ്. അതേ സ്ഥലത്ത് തന്നെയാണ് ഏകദേശം നമ്മുടെ ശ്രുതിയുടെ ഫാമിലി താമസിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുമ്പ് അങ്ങനെ സ്ഥലത്തിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ കണ്ട സന്തോഷത്തിൽ ശ്രുതിയെ കിടന്ന് വിളിക്കുന്നുണ്ട്. ശ്രുതിക്ക് അങ്ങോട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ശ്രുതി പെട്ടെന്നൊരു പല്ലുവേദന അഭിനയിക്കുകയാണ്. അങ്ങനെ രവി പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, അവളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയും. അങ്ങനെ വേണ്ട, അതങ്ങ് മാറുമെന്ന് പറയുമ്പോൾ പിടിച്ച പിടി നമ്മുടെ വർഷ കൈയോടുകൂടി നമ്മുടെ ശ്രുതിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ശ്രുതിക്ക് നല്ല ടെൻഷനുണ്ട്. പല്ലുവേദന ഇല്ലാത്ത ഒരാൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഡോക്ടർ എന്ത് പറയും, എൻ്റെ കള്ളക്കഥ ഇവിടെ മനസ്സിലാക്കുമോ, എങ്കിൽ നീ പൊയ്ക്കോ വർഷം, നിനക്ക് ജോലിയുള്ളതല്ലയോ, എനിക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ട. അതൊന്നും കാര്യമില്ല. ശ്രുതി ചേച്ചിക്ക് ഒരു വയ്യാഴിക വരുമ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള സന്തോഷമില്ലേ ഉള്ളൂ. നാളെ എനിക്കൊരു വയ്യാഴിക വരുമ്പോൾ ശ്രുതി ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. ഒരു തരത്തിലും വർഷയെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല. ശ്രുതിയെ വർഷയെ പറഞ്ഞു വിടാൻ ശ്രുതി കഴിയുന്നില്ല. അങ്ങനെ എന്തായാലും അവിടെ തന്നെ ഹോസ്പിറ്റലിൽ പെട്ടുപോയി. അങ്ങനെ ഡോക്ടർ വരുന്നുണ്ട്. ശ്രുതിയുടെ നല്ല കാലത്തിന് എന്തായാലും ടെസ്റ്റ് ചെയ്യുമ്പം പല്ലിന് ചെറിയ കേടുണ്ട്, പല്ലെടുക്കണമെന്ന് പറയും. അപ്പോൾ പറയും നമുക്ക് എടുക്കാമെന്ന് പറയുമ്പോൾ ശ്രുതി പറയും, വേണ്ട, ഇപ്പം ചെയ്യേണ്ടെന്ന് പറയും. വർഷം പറയാതെ പറ്റത്തില്ല ഡോക്ടറെ, ശ്രുതി ചേച്ചിക്ക് നല്ല പല്ലുവേദനയുണ്ട്, വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മുഴുവൻ പല്ലും കേടായിപ്പോവും. അത് ശരിയാണ്, ഇപ്പോൾ ഒരു പല്ല് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ക്ലീൻ ചെയ്യാം, പിന്നെ ബാക്കിയുള്ള പല്ല് നമുക്ക് റൂട്ട് കനാൽ ചെയ്യാമെന്നൊക്കെ പറയും. എനിക്ക് പേടിയ ഡോക്ടറെ എന്നൊക്കെ പറയും. പേടിച്ചാൽ എന്തോ, പേടിച്ചാൽ പിന്നെയും പല്ലെല്ലാം കംപ്ലൈൻറ്റ് ആവത്തില്ലേ ഉള്ളൂ എന്നൊക്കെ പറയും. അങ്ങനെ വർഷ ഡോക്ടർ നിർബന്ധിക്കുകയാണ്. അങ്ങനെ പല്ല് പറിക്കും. ശ്രുതിക്ക് വന്നു പോയത് തന്നെ അബദ്ധമായി. അങ്ങനെ ശ്രുതി പല്ലെടുത്ത് പല്ല് മൊത്തം അങ്ങ് വേദനയാണ്. വർഷയോടങ്ങ് ഭയങ്കര ദേഷ്യവുമുണ്ട്. അങ്ങനെ വീട്ടിൽ വരും. ആ സമയത്ത് മലേഷ്യയിൽ നിന്ന് വന്നവരൊക്കെ ഫുഡെല്ലാം കഴിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോവുകയാണ്. അതുവരെ പറയും, കുറച്ച് നേരം കൂടി നിൽക്കുക, എൻ്റെ മരുമോളെ കണ്ടിട്ട് പോകാമെന്ന് പറയും. അല്ല, ഞങ്ങൾക്ക് ഇച്ചിരി ധൃതിയുണ്ട്, ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ കാണാമെന്നൊക്കെ പറയും. അപ്പം നമ്മുടെ രേവതിക്കും സച്ചിക്കും മനസ്സിലാവും മനഃപൂർവ്വം തന്നെ അവിടുന്ന് ശ്രുതി മാറി നിന്നതാണെന്ന്. ഇവരങ്ങോട്ട് പോയതിൻ്റെ പുറകെ തന്നെയാണ് നമ്മുടെ വർഷയും ശ്രുതിയും കൂടി വരുന്നത്. ആ സമയത്തേക്കും എങ്ങനെയുണ്ട് മോളെ എന്നൊക്കെ രവി ചോദിക്കുന്നുണ്ട്. അച്ഛൻ ചെറിയൊരു പല്ലുവേദനയുള്ളായിരുന്നു, ഈ വർഷം നിർബന്ധിച്ച് എൻ്റെ പല്ലെടുപ്പിച്ചെന്ന് പറയും. അത് പിന്നെ പല്ലുവേദന വന്നാൽ പല്ലെടുക്കണ്ടായെന്ന് നോക്കും. ഈ ശ്രുതി ചേച്ചി സമ്മതിക്കത്തില്ല പല്ലെടുക്കാൻ എന്ന് പറയും. നിൻ്റെ കയ്യിലെന്താ വർഷം വലിയൊരു പെട്ടിയൊക്കെ? അതേ, പല്ല് പറിച്ച് കഴിഞ്ഞാൽ തണുത്ത എന്തെങ്കിലും സാധനം കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞാൻ വാങ്ങിച്ച ഒരു ഐസ്ക്രീം, ഇതിപ്പോൾ ഒരെണ്ണമല്ല, ഒരു പെട്ടി നിറച്ചോണ്ട് നമുക്ക് എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിച്ചെന്ന് പറയും. ശ്രുതി ചേച്ചി കഴിക്കാൻ പറ്റത്തില്ലല്ലോ, അതിനു വേണ്ടി ഞങ്ങൾ കഴിക്കാമെന്ന് പറയും. വർഷം ഇങ്ങനെ കിടന്ന് പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നമ്മുടെ സച്ചിൻ്റെ എവിടെയും കിടന്ന് ചിരിക്കുകയാണ്. ഒരു രക്ഷപ്പെടാൻ ശ്രമിച്ചാണ്. വർഷ കൈയോടുകൂടി കൊണ്ടുപോയി കേടില്ലാത്ത പല്ലും ഘടിപ്പിച്ചു. അങ്ങനെ ശ്രുതി വിഷമിച്ചും കരഞ്ഞു അങ്ങ് റൂമിൽ വന്നിരിക്കുകയാണ്. ആ സമയത്ത് എല്ലാവരും അങ്ങോട്ട് വരും. എങ്ങനെയുണ്ട് മോളെ എന്ന് ചന്ദ്രമ്മ ചോദിക്കും. കുഴപ്പമില്ല, അങ്ങ് മാറുമെന്ന് പറയും. കുറച്ച് ദിവസം കഴിയുമ്പോൾ വേദനയൊക്കെ അങ്ങ് മാറുമെന്നൊക്കെ പറയും. തണുത്ത ഐസൊക്കെ വെച്ചാൽ മതി എന്ന് പറയും. എന്നാലും നീ ഇവിടെ ഇല്ലാതെ പോലും എന്തായാലും നിൻ്റെ അച്ഛനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമായിരുന്നു. അവർക്ക് എന്തെങ്കിലും തരത്തിൽ നിൻ്റെ അച്ഛനെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതല്ലായിരുന്നു. നീ ഇവിടെ ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് നിൻ്റെ അച്ഛൻ ഏത് ജയിലിലാണ് കിടക്കുന്നത്, നിങ്ങളുടെ സ്ഥലത്തെക്കുറിച്ചൊക്കെ പറയാൻ പറ്റുമോ എന്നൊക്കെ പറയും. ഉടനെ നമ്മുടെ സച്ചി പറയും, അത് പറയാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഇവൾക്ക് പെട്ടെന്ന് പല്ലുവേദന വന്നതെന്ന് പറയും. ഉടനെ അതെന്താ നീ അങ്ങനെ പറഞ്ഞേ, അതെന്തൊക്കെയാണെന്ന് നമുക്കറിയാമെന്ന് പറയും. അതേപോലെ സച്ചി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശ്രുതി ദേഷ്യപ്പെട്ട് വിളിക്കും. വേണ്ട, ഇനി പല്ലൊന്നും അധികം സ്ട്രെയിൻ ചെയ്യേണ്ടെന്ന് വർഷ പറയും. അതിനുശേഷം നമ്മുടെ ശ്രുതി മുറിയിലോട്ട് വരികയാണ്. എങ്ങനെയുണ്ട് ശ്രുതി നിനക്ക് പല്ലുവേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ലായിരുന്നു നോക്കും. കുഴപ്പമില്ല ശ്രുതി, ഇപ്പോൾ ഇച്ചിരി കുറവുണ്ടെന്ന് പറയും. ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷെ പിന്നെ പല്ലെടുത്താൽ മതി ഡോക്ടർ പറഞ്ഞ വർഷം എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയെന്ന് പറയും. എന്തായാലും കുഴപ്പമില്ല, എന്തായാലും നിൻ്റെ പല്ലെടുത്തില്ലേ എന്നൊക്കെ ചോദിക്കും. അതേപോലെ എനിക്കൊന്ന് സംസാരിക്കാൻ വയ്യ ശ്രുതി, എനിക്ക് പല്ല് വേദനിക്കുമെന്ന് പറയും. അപ്പോഴത്തേക്ക് ശ്രുതിയുടെ ഫോണിലൊരു കോൾ വരികയാണ്. അങ്ങനെ ശ്രുതി ഫോൺ എടുക്കുന്നുണ്ട്. ഇതൊരു നമ്പർ കാണുമ്പോഴത്തേക്ക് ശ്രുതിക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ശ്രുതി ഫോൺ എടുത്ത് സംസാരിക്കും. ഹലോ, നിങ്ങൾ എന്താ ഇത്, വാടക എന്നിട്ട് 2 മാസത്തോളമായി, ഇനിയും വാടക തരാമെന്ന് ഞാൻ ഇവിടെ ഉള്ളവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും. നിങ്ങൾ ആരാന്ന് കരുതിയാൽ നിങ്ങൾ ഈ ഫോണിലോട്ട് വിളിക്കുന്നത്, ഇത് ശ്രുതി എന്ന് പറഞ്ഞാൽ ശ്രുതിയുടെ നമ്പർ ഇല്ലേ എന്നൊക്കെ ചോദിക്കും. ഇത് ശ്രുതിയുടെ ഫോൺ നമ്പർ. അവർക്ക് കാര്യങ്ങൾ അറിയാം, ഒരിടത്ത് 2 മാസം വാടക ഇവിടെ കൊണ്ട് തരാൻ പറയണം എന്നൊക്കെ പറഞ്ഞ് ഹൗസ് ഓണറാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ശ്രുതി ചോദിക്കും, ശ്രുതി നീ ആർക്കെങ്കിലും വീട് വാടകയ്ക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. വീട് വാടകയ്ക്കോ? 2 മാസത്തെ വാടക കൊടുക്കണമെന്നുണ്ട് അവരെന്നെ വിളിക്കുന്നതെന്ന് പറയും. നീ എന്താ ശ്രുതി, എന്തെങ്കിലും
കാര്യങ്ങൾ ചെയ്ത് എൻ്റെ അടുത്ത് പറയാത്തത്? നീ ആർക്കെങ്കിലും വീട് വാടകയ്ക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം അത് ഞാനല്ലേ അറിയേണ്ടത്. നീ എന്തിനാ ഓരോ കള്ളങ്ങളും ഇതിനെ മറച്ചു വെക്കുന്നത്? ആ ശരിയാ ശ്രുതി, ഞാൻ ശ്രുതിയിൽ നിന്ന് ഒരുപാട് കള്ളങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. എന്താ തൃപ്തിയായെന്ന് ചോദിക്കും. നീ എന്തിനാ ശ്രുതി എന്നോട് ദേഷ്യപ്പെടുന്നത്? എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ നീ ചോദ്യപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിന്നോട് ചോദിക്കുമ്പോൾ നീ തിരിച്ച് ദേഷ്യപ്പെടും. അപ്പോൾ തന്നെ നിനക്കൊരു കള്ളത്തരമില്ല. അതെ, ഞാൻ കള്ളിയാണ്, ഞാൻ പറയുന്നതെല്ലാം കള്ളത്തരമാണ്. ശ്രുതിയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഈ കള്ളത്തരങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നത്. അതിനു മുമ്പ് എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങ് ദേഷ്യപ്പെടും. ഉടനെ ശ്രുതി പറയും, ഇല്ല ഇപ്പം നിൻ്റെ മൈൻഡ് ശരിയല്ല, നിന്നോട് സംസാരിച്ച് ശരിയാകും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് മുറിവിട്ടങ്ങ് പോവുകയാണ്. അതിനുശേഷം രാവിലെ ശ്രുതിയും ചെയ്യുന്ന ക്ഷേത്രത്തിലോട്ട് വരുന്നുണ്ട്. ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് അവർ മുൻപ് CCTV വിഷ്വൽസിൻ്റെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് വരുന്നത്. അങ്ങനെ ക്ഷേത്രത്തിൽ വരുന്നപ്പം രേവതിയുടെ അമ്മ അവിടെ നിൽപ്പുണ്ട്. ഇവരെ കണ്ടതും രേവതിയുടെ അമ്മ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ശ്രുതിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. എന്താ നിങ്ങൾ വന്നത്, എന്തെങ്കിലും വിശേഷമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ വന്നതെന്നൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങ് പോവുകയാണ്. ആ സമയത്ത് മാനേജറെ കണ്ട് സംസാരിക്കും. സാർ, എൻ്റെ പേര് ശ്രുതി, ഇതെൻ്റെ ഹസ്ബൻഡ് ശ്രുതി. ഞങ്ങൾ ഈ മാസം 25-ാം തീയതി ഞങ്ങൾ വിശ്വനാഥ് പറഞ്ഞ ഒരാൾക്ക് 5 ലക്ഷം രൂപ ഒരു അഡ്വാൻസ് കൊടുത്തു, ഒരു വീട് മേടിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അയാളുടെ ചതിയനായിരുന്നു. അയാളെ കണ്ടുപിടിക്കാൻ, പൈസയും കൊണ്ട് അയാൾ മുങ്ങി. അയാളെ കണ്ടുപിടിക്കാനായിട്ട് അയാളുടെ ഫോട്ടോ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോഴാണ് ഈ ക്ഷേത്രത്തിൽ വെച്ച് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തിട്ട് CCTV ഫോട്ടേജ് ഉണ്ടെന്ന് അറിഞ്ഞത്. ഞങ്ങൾ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വരും, ഞങ്ങൾക്ക് ആ CCTV വിഷ്വൽസ് കിട്ടണമെന്ന് പറയും. SI എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പോലീസിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് തരാമെന്ന് പറയും. പക്ഷേ പോലീസ് വരുന്നതും ഇവർ സംസാരിക്കുന്നതും നമ്മുടെ ദേവു ലക്ഷ്മി അമ്മയും കൂടി അവിടെ നിന്ന് കാണുന്നുണ്ട്. ആ സമയത്ത് രേവതിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ ചേച്ചി ഇവിടെ ശ്രുതി ചേച്ചിയും ചേട്ടനും കൂടി വന്നിട്ടുണ്ടെന്ന് പറയും. അന്ന് ആൻ്റണി വന്ന CCTV ഫോട്ടേജ് ചോദിച്ച കണക്ക് അവരും CCTV ഫോട്ടേജിന് വേണ്ടി വന്നതാന്ന് പറയും. നീ അവരുടെ സംസാരം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയും. ശരി ചേച്ചി എന്ന് പറയും. അതിനുശേഷം പോലീസുകാർ വരുമ്പോൾ ചോദിക്കും, ഇവിടെ ഫോട്ടേജ് എന്ന് നോക്കും. മാനേജർ CCTV ഫോട്ടേജ് കൊടുക്കുകയാണ്. ശരി സാർ എന്ന് പറയും. ഇത് മുൻപ് ഒരു ആൻ്റണി എന്ന് പറഞ്ഞ ആൾ വന്നിട്ട് തന്നിരുന്നു, ഞങ്ങൾ പോലീസുകാരുടെ പ്രസൻസിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് വെച്ചിരുന്നതെന്ന് പറയും. അതെന്തായാലും നന്നായി, കേസിൻ്റെ ആവശ്യമൊക്കെ വരുമ്പോൾ പോലീസുകാരെ തന്നെയാണ് ഇത്രയും വിലപിടിപ്പുള്ള രേഖകളൊക്കെ കൊടുക്കേണ്ടതെന്ന് പറയും. അതിനുശേഷം പറയും, ഞങ്ങളിത് SI ഏൽപ്പിക്കാം, നിങ്ങൾ സ്റ്റേഷനിലോട്ട് വന്നാൽ മതി, ഒരു ചെറിയ പരാതിയും കൂടി എഴുതി കൊടുക്കണമെന്ന് പറയും. ശരി സാർ, ഞങ്ങൾ വരാമെന്ന് പറയും. ആ സമയത്ത് ശ്രുതി പറയും, അല്ല സാർ, നിങ്ങളിത് എങ്ങനെയാണ് ആ വിശ്വനാഥ് എന്ന് പറഞ്ഞ ആളെ കണ്ടുപിടിക്കാൻ പോകുന്നത്? അത് ഈ CCTV ഫോട്ടേജിൻ്റെ കോപ്പി ഞങ്ങൾ എല്ലാ സ്റ്റേഷനിലോട്ടും അയക്കും. അപ്പോൾ അവിടുന്ന് തന്നെ അയാൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അയാളെക്കുറിച്ച് അറിയാൻ സാധിക്കും പറയും. സാർ, അതിന് നല്ലൊരു ഐഡിയ ഞാൻ പറയാം. സാർ, ഇതിൻ്റെ ഒരു കോപ്പി എനിക്കെടുത്ത് തനിക്ക് എന്തിനാ അയച്ചു തരുന്നത്? സാർ, എനിക്കിതിൻ്റെ ഒരു കോപ്പി തന്നു കഴിഞ്ഞാൽ ഞാനിത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അയാളെ കണ്ടുപിടിക്കാൻ പറ്റും. എടോ, താനൊരു മണ്ടനാണോ എന്ന് ചോദിക്കും. അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരും. തനിക്ക് 7 ഡിഗ്രി ഉണ്ടോയെന്ന് പറയുന്നല്ലോ. എടോ, ഈ ഫോട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ ആദ്യം അയാൾ തന്നെ ഇത് അറിയുന്നത്. അപ്പോൾ പിന്നെ അയാൾ രക്ഷപ്പെടാനുള്ള മാർഗ്ഗം സ്വയം നോക്കത്തില്ലെന്ന് ചോദിക്കും. അത് ശരിയാ സാർ, ഞാൻ ഓർത്തില്ല. താൻ ഇത്ര മന്ദബുദ്ധിയാണ് ചോദിക്കും. അതുകൊണ്ടാണ് തോന്നുന്നു തന്നെ അയാൾ 5 ലക്ഷം രൂപ പഠിച്ചുകൊണ്ട് പോയത്. എന്തായാലും അത്രയും കൊണ്ട് ഒതുങ്ങിയാൽ നന്നായി എന്ന് പറഞ്ഞ് ശ്രുതിയേട്ടൻ കളിയാക്കുകയാണ്. എന്നിട്ട് പോലീസുകാരങ്ങ് പോകും. ഉടനെ ശ്രുതി ചോദിക്കും, എന്തിനാ ശ്രുതി ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ പറയുമെന്ന് ചോദിക്കും. അത് ഞാൻ അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ സത്യം അങ്ങ് പറഞ്ഞെന്ന് വേണമെന്ന് പറയും. ഇനി ഇങ്ങനെയുള്ള വിഡിത്തരങ്ങളൊന്നും ആരുടെ മുമ്പിൽ എഴുന്നള്ളിക്കേണ്ടെന്ന് പറയും. അങ്ങനെ അവരങ്ങ് പോവുകയാണ്. അതിനുശേഷം രേവതി പറഞ്ഞതനുസരിച്ച് തന്നെ രേവതിയെ വിളിച്ച് സംസാരിക്കും ദേവു. ചേച്ചി, അവർക്ക് പോലീസുകാർക്ക് വന്നപ്പം മാനേജർ CCTV ഫോട്ടേജ് കൊടുത്തു, നീ ചെന്ന് മാനേജറോട് ചോദിക്കും നമുക്കൊരു കോപ്പി തരുമെന്ന്. ശരി, ഞാൻ ചോദിക്കാം, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും. അങ്ങനെ രേവതി ക്ഷേത്രത്തിലോട്ട് വരികയാണ്. ആ സമയത്ത് ദേവു മാനേജറുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ദേവുവിനെ ലക്ഷ്മി അമ്മയൊക്കെ വർഷങ്ങളുണ്ട് അവർക്ക് അറിയാമല്ലോ, മാനേജർക്ക് അറിയാം. അങ്ങനെ പറയും, ശരി ഞാൻ നിങ്ങൾക്ക് തരാം, കാരണം നിങ്ങളെ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ, എന്തെങ്കിലും കാര്യങ്ങൾക്കല്ലാതെ നിങ്ങൾ ചോദിക്കത്തില്ലെന്ന് പറയും. ആ സമയത്ത് രേവതി പറയും, ശരിയാ സാർ, ഇതിപ്പോൾ വന്നിട്ട് പോയ ശ്രുതിയും എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടനും ഭാര്യയാണ്. അവരാണ് 5 ലക്ഷം രൂപ വിശ്വനാഥിന് കൊടുത്തത്. അവരവരുടേതായ വഴിക്ക് അന്വേഷിക്കട്ടെ, ഞങ്ങൾ ഞങ്ങളുടേതായ വഴിക്ക് അന്വേഷിക്കാം. സച്ചേട്ടൻ ഒരു ഡ്രൈവറാണല്ലോ, അപ്പം എല്ലാ ടാക്സി സ്റ്റാൻഡിലൊക്കെ ഒന്ന് പറയും, പിന്നെ എല്ലാവർക്കും ഫോട്ടോ ആയി കൊടുക്കും. എവിടെ ഉണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 1-2 പേര് കൂടി അന്വേഷിച്ചെന്ന് വെച്ച് ഒന്നും സംഭവിക്കത്തില്ല, എത്രയും പെട്ടെന്ന് തന്നെ അയാളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അത് അവർക്കൊരു സഹായം ആവത്തില്ലെന്നൊക്കെ പറയും. അതൊരു നല്ല കാര്യം രേവതി, ഞാൻ നിങ്ങൾക്കൊരു കോപ്പി എടുത്തുകൊണ്ട് തരാമെന്ന് പറഞ്ഞൊരു ഒരു കോപ്പി രേവതിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും. അങ്ങനെ ദേവന് സന്തോഷമാവും. എനിക്ക് ശരി മോളെ, ഞാൻ പോവുക, സച്ചിയുടെ അടുത്ത് വിളിച്ച് പറയാമെന്ന് പറയും. അങ്ങനെ സച്ചി വീട്ടിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ സച്ചിയെടുത്ത് പറയും, സച്ചിയേട്ടാ, ഒരു കോപ്പി മാനേജർ നമുക്ക് തന്നിട്ടുണ്ട്, അവരുടേതായ വഴിക്ക് പോലീസ് മുഖേന അന്വേഷിക്കട്ടെ, നമുക്ക് നമ്മുടേതായ വഴിക്ക് അന്വേഷിക്കാമെന്ന് പറയും. നമ്മളിത് അന്വേഷിക്കേണ്ടെന്നല്ലേ രേവതി അച്ഛൻ പറഞ്ഞത്. അത് സാരമില്ല, നമുക്ക് എന്തായാലും നമ്മുടെ വഴിക്ക് അന്വേഷിക്കാം, നമ്മൾ അന്വേഷിക്കുന്ന കാര്യം ആരും അറിയേണ്ടെന്ന് പറയും. അങ്ങനെ അത് അവർ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതിയും കൂടി ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലോട്ട് വരുന്നുണ്ട്. ശ്രുതി ഈ
ഇപ്പം കുറച്ച് മുമ്പ് ഇവിടെ വന്ന മലേഷ്യക്കാർ തിരിച്ചു പോയായിരുന്നു. ഏത് മലേഷ്യക്കാർ? എടാ ഇവിടെ കുറച്ച് മുമ്പ് ഞാൻ കൊണ്ടുവന്നില്ലായിരുന്നു മലേഷ്യക്കാർ. ആ മലേഷ്യയിലുള്ള അവരുടെ സമയത്ത് നിൻ്റെ ഭാര്യയോട് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിൻ്റെ മലേഷ്യയിലുള്ള നിൻ്റെ അമ്മായിച്ചിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാമെന്ന് പറയും. അവർക്ക് ഒരുപാട് ബന്ധുക്കളുണ്ടെന്ന് പറയും. മലേഷ്യയിലൊക്കെ പോലീസിലൊക്കെ അവർക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് നമുക്ക് പൗഡറേട്ടത്തിയുടെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാനൊക്കെ ശ്രമിക്കാമെന്നൊക്കെ പറയും. ഉടനെ ശ്രുതി അങ്ങ് ദേഷ്യപ്പെടും. അല്ല സച്ചി, എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക, ഈ കണ്ണിൽ കാണുന്നവരോടൊക്കെ നീ എന്തിനാ എൻ്റെ അച്ഛൻ ജയിലാണെന്ന് എപ്പോഴും പറയും, നിനക്കത് വലിയ സന്തോഷമാണോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് സച്ചി പറയും, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? നിൻ്റെ അച്ഛൻ ജയിലിലാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കടമുള്ള കാര്യമില്ലേ? നമ്മൾക്ക് അറിയാവുന്ന ഒരാളെ കൊണ്ട്, അതും അവർക്ക് മലേഷ്യയിലുള്ള എല്ലാ സ്ഥലങ്ങളും അറിയാം, അവരുടെ ബന്ധത്തിലുള്ളവരൊക്കെ പോലീസിലൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പം അവരുടെ അടുത്ത് നമ്മൾ വിശദവിവരങ്ങളൊക്കെ പറഞ്ഞു, ഒരുപക്ഷെ നിൻ്റെ അച്ഛനെ സഹായിക്കാൻ അവർക്ക് പറ്റുമെങ്കിലും എൻ്റെ അച്ഛനെ സഹായിക്കണമെന്നൊന്നും ഞാൻ നിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടോ? സഹായം ഒന്നും ചോദിച്ചില്ലല്ലോ. എൻ്റെ അച്ഛൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, നീ അതിലൊന്നും സഹായിക്കണ്ട, എനിക്ക് ശ്രുതിക്കും അറിയാം എൻ്റെ അച്ഛൻ റിലീസ് ചെയ്യിക്കാനെന്ന് പറയും. ഉടനെ രേവതി പറയും, നീ എന്തിനാ ശ്രുതി സച്ചേട്ടനോട് ദേഷ്യപ്പെടുന്നത്? സച്ചേട്ടൻ നല്ല കാര്യം ചെയ്തേലേ, നിൻ്റെ അച്ഛൻ ഞങ്ങളുടെ കൂടെ അച്ഛനല്ലേ, നിൻ്റെ അച്ഛനെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്തിറക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ സച്ചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഓ, അതവൻ്റെ ആഗ്രഹം കൊണ്ടല്ലേ, എല്ലാവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്താൻ വേണ്ടി എൻ്റെ അച്ഛൻ ജയിലിലാന്ന് പറഞ്ഞ് നീ എന്തിനാ ശ്രുതി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു പറയും. ഇനി എൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ നീ നിൻ്റെ ഭർത്താവ് ഇടപെടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണെന്ന് പറയും. ഉടനെ ശ്രുതിയും പറയും, ശരിയാ, ശ്രുതിക്ക് ഇഷ്ടമല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ അതൊക്കെ ചെയ്യുന്നതെന്ന് പറയും. ഇനി മേലെ നിങ്ങൾ അദ്ദേഹത്തിന് ഒരു കാര്യത്തിലും ഇടപെടണമെന്ന് പറയും. അവരങ്ങ് മുറി കയറി പോവുകയാണ്. ആ സമയത്ത് രേവതി പറയും, അല്ല സച്ചേട്ടാ, നമ്മളൊരു നല്ല കാര്യമില്ലേ അവർക്കൊണ്ട് ചെയ്ത് കൊടുക്കാമെന്നുള്ളത്, എന്നിട്ട് ഇപ്പോൾ അവരെന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതിന് അവളുടെ അച്ഛൻ മലേഷ്യയിൽ ജയിലിലാണെങ്കിൽ വേണ്ടേന്ന് ചോദിക്കും. അപ്പോൾ സച്ചേട്ടൻ എന്താ പറഞ്ഞത്? അവളുടെ എനിക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ ഞാൻ പണ്ടേ പറയുന്നില്ലേ രേവതി, അവളൊരു നമ്പർ 1 ഫ്രോഡാണ്. അവളുടെ അച്ഛൻ മലേഷ്യയിലും ഇല്ല, മലേഷ്യയിലെ ജയിലും ഇല്ലെന്ന് പറയും. അവൾക്ക് ഒരച്ഛനുള്ളതെന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് പറയും. എനിക്ക് അവളുടെ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന അവർ വന്നപ്പോൾ അവൾ ബുദ്ധിപൂർവ്വം ഇവിടുന്ന് പല്ലുവനെന്ന് പറഞ്ഞ് മാറിയത്. ആ സമയത്ത് അവളോട് ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ അച്ഛനെക്കുറിച്ചും മലേഷ്യയിൽ എവിടെയാണെന്നും അവർ താമസ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ അവർ ചോദിച്ചേനെ. അത് അവൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ പല്ലുവേദന എന്ന് പറഞ്ഞവൾ പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങിയത്. ഇപ്പം നമ്മൾ അദ്ദേഹത്തിന് സഹായിക്കാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവൾ പിന്നെയും ദേഷ്യപ്പെടും. അപ്പോൾ അവൾ കള്ളത്തരം ഉള്ളതുകൊണ്ടാണ് അവളിങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് പറയും. അവൾ പറയുന്ന എല്ലാം കള്ളത്തരം രേവതി എന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ ശ്രുതിയുടെ അച്ഛനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അതിനുശേഷം ശ്രുതിയും കൂടി ചേർന്ന് CCTV ഫോട്ടോസ് എല്ലാം കൊണ്ട് പോലീസുകാരുമായിട്ട് ചേർന്ന് വിശ്വനാഥനെ അന്വേഷിക്കുക. അതോ രേവതി സച്ചിയും മുൻകൈ എടുത്താണോ വിശ്വനാഥനെ കണ്ടുപിടിച്ച് 5 ലക്ഷം തിരികെ മേടിക്കുന്നത്? അപ്പോൾ അതിൻ്റെയൊക്കെ വരും കഥകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.